ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. വെൽക്കം ടു ദ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇൻ്റർലോക്ക് ബ്രിക്കാക്കലാണ്. ഒരു അത്യാവശ്യം ഒരു 650 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കറക്റ്റ് അളന്നിട്ടില്ല, സുമാറാണ് പറഞ്ഞത്. 650 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇന്നും സിമെൻറ്റും മണലും ജില്ലിയനും കൊണ്ടുള്ള പരിപാടി തന്നെ. കോൺക്രീറ്റ് കുഴക്കലാണ്. കോൺക്രീറ്റ് കുഴക്കുക, അച്ചിൽ സിമെൻറ്റ് നിറക്കുക, കോൺക്രീറ്റ് നിറക്കുക, അച്ചാക്കി ബ്രിക്സ്, ഇൻ്റർലോക്ക് ബ്രിക്സ് ആക്കുക. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് വെച്ചാൽ ഇന്നെൻ്റെ സുഹൃത്തും കൂടിയുണ്ട്, ഒരുമിച്ചിട്ട് ഒറ്റക്കാവൂല, അതുകൊണ്ട് ഒരുമിച്ചിട്ട് സുഹൃത്തും കൂടിയുണ്ട്. നമ്മൾ ആദ്യം ചെയ്ത് വെച്ചാൽ ഒരു അളവ് നിശ്ചയിച്ച്, ചട്ടിയല്ല നമ്മളിവിടെ എടുത്തത്. അളവിന് വേണ്ടിയിട്ട് നമ്മൾ പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് യൂസ് ചെയ്തത്. പെയിൻറ്റിൻ്റെ ബക്കറ്റാകുമ്പോൾ ജില്ലിയൊക്കെ കോര എളുപ്പമാണ്. അപ്പോൾ 3:2:1 ആണ്. അതായത് 3 ജില്ലി, 2 പൂഴി, 1 സിമെൻറ്റ്, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ഇൻ്റർലോക്സ് ബ്രിക്സിന് എടുക്കാറുണ്ട് നോർമലി. ബേബി ജില്ലി 3, പൂയോ അല്ലെങ്കിൽ എംസാൻഡോ അല്ലെങ്കിൽ പീസാൻഡോ 2, പിന്നെ നോർമൽ സിമെൻറ്റ് 1. ആ റേഷ്യോയിലാണ് എടുക്കൽ. ഇത് അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 650, ഞാൻ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തപ്പോൾ 650 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ആ തൊട്ടി 10 ലിറ്ററിൻ്റെ തൊട്ടിയാണ്. ഇതിൻ്റെ അതായത് പെയിൻറ്റ് ബക്കറ്റ് വരുന്നത് 1 ലിറ്റർ, പിന്നെ 4 ലിറ്റർ, പിന്നെ 10 ലിറ്റർ, പിന്നെ 20 ലിറ്റർ, അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ 10 ലിറ്റർ ആകുമ്പോൾ നമുക്ക് കറക്റ്റാണ്, നമുക്ക് കോൺക്രീറ്റിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റാകുന്നുണ്ട് റണ്ണിങ്ങിൽ. അതായത് നമ്മളിത് റണ്ണിങ് ചെയ്യുന്നതുകൊണ്ട് 2 വിധത്തിലാണല്ലോ കോൺക്രീറ്റ് ചെയ്യുക ബ്രിക്സ്. സാധാരണ ബ്രിക്സ് ചെയ്യുന്നത് അച്ചിൽ വെച്ച് ബ്രിക്സ് ആയി, അത് ഒരു ദിവസം ആയി അത് എടുത്ത് ക്യൂർ ചെയ്ത് വെക്കലാണ്. എന്നിട്ട് അത് ജില്ലയൊക്കെ പാകിയിടുന്നത് ടൈപ്പിൽ. അത് നോർമലി ഇൻ്റർലോക്ക് ബ്രിക്സ് അതാ ചെയ്യാറ്. ഇത് വെച്ചാൽ ലൈവാണ്, അതായത് റണ്ണിങ്ങിൽ ചെയ്തു പോകുന്ന പരിപാടിയാണ്. നമ്മൾ റണ്ണിങ്ങിൽ കോൺക്രീറ്റെല്ലാം ചെയ്യുന്ന പോലെ റണ്ണിങ് ചെയ്യുന്ന പോലെ പരിപാടിയാണ്. ഇവിടെ ഇത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ മുറ്റത്തിന് ഹൈറ്റ് കുറവാണ്. 2 വെച്ചാൽ ഓൾറെഡി ഇവർ 3-4 വട്ടം കോൺക്രീറ്റ് ചെയ്തിന്. പിന്നെ ഇനി അത് നമ്മൾ നോർമൽ ഇൻ്റർലോക്സ്, നോർമലി യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഇൻ്റർലോക്സ് ചെയ്യുമ്പോൾ ഈ കോൺക്രീറ്റൊക്കെ ഇളക്കണം, പിന്നെ ആ വേസ്റ്റ് എവിടെയും കൊണ്ടുപോയിട്ട് ചെയ്യണം. അങ്ങനെയുള്ള കുറേ പണിയുണ്ട്. അന്നേരം നമ്മൾ പറഞ്ഞ സജഷനാണ് ഇങ്ങനെ ഇൻ്റർലോക്ക്. ഞാനിത് എൻ്റെ വീട്ടിലാക്കിയിരുന്നു ഒരു സമയം. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിലിടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ സിമ്പിൾ പരിപാടിയാണ്. രീതിയിൽ പറഞ്ഞു കൊടുത്ത്, അപ്പം സെറ്റൊന്നുമില്ല, വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ്. പിന്നെ നമുക്കിതൊരു വീഡിയോ ആയിട്ട് ഇടുകയും ചെയ്യാമല്ലോ, അങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. നമ്മളെ സുഹൃത്തിൻ്റെ വീട് തന്നെയാണിത്. ഇതിൽ മെയിനായിട്ടുള്ളത് നമ്മളെ മിക്സിങ് ആണ്. നോർമലി സാധാരണ മിക്സ് ചെയ്യാൻ വെച്ചാൽ പൂയും സിമെൻറ്റും ഇട്ട് മിക്സാക്കി ജില്ലി ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് മിക്സാക്കലാണ്. പക്ഷേ ഞാനിവിടെ ചെയ്ത് വെച്ചാൽ പൂയും സിമെൻറ്റും ഇട്ട് ആദ്യം മിക്സാക്കി, പിന്നെ ജില്ലിയും ഒരു തട്ട് മറിച്ചിട്ടാണ് ഇത് മിക്സാക്കിയത്. അതായത് നല്ല മിക്സിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിത് റണ്ണിങ്ങിലാണല്ലോ ചെയ്യുന്നത്. ഇതിപ്പോൾ വെൽഡ് ചെയ്യുന്ന കാണുന്നില്ല നിങ്ങൾ, അത് അച്ച് നമ്മളാക്കിയത് വെച്ചാൽ ഓൾറെഡി നമ്മളെ സൈറ്റിൽ ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ പണിയെടുക്കുന്ന സമയം ഇങ്ങനെ ഒരു അച്ചാക്കിയത്. അത് നമ്മൾ 1.5 അച്ചാക്കിയത്. അച്ച് നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ, നിങ്ങളെ ഇഷ്ടം പോലെ, നിങ്ങളെ ആഗ്രഹം പോലെ ചെയ്യുക, നിങ്ങളെ ഡിസൈനിൽ ചെയ്യുക. ഞാൻ 1.5 എടുത്തത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2 എടുക്കുന്നതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കാൻ പറ്റും. നമ്മൾ അന്നേരം ചിന്തിച്ചിട്ടില്ല. 1.5 എടുത്തുകൊണ്ട് കുറച്ച് ടൈം എടുത്തിന് ഇത് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നോർമലി ഇത് നമ്മൾ നൂല് വെച്ച് അളവ് പിടിച്ചിട്ടൊന്നുമില്ല. നൂലിന് പകരം ആണ് അവിടെ ഓൾറെഡി വണ്ടിയിൽ, അതായത് ഔട്ട് സൈഡ് ഇങ്ങനെ കെട്ടിയിട്ടെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അളവ് കറക്റ്റാണ് അവിടെ ഉള്ളത് നോർമലി. പിന്നെ വെച്ചാൽ നമ്മൾ പൈപ്പ് ഇട്ടിട്ടാണ് ചെയ്തത്. അത് പൈപ്പ് ടു പൈപ്പ് അളവ്, പൈപ്പ് ടു പൈപ്പും പിന്നെ അതിൻ്റെ സൈഡിൽ നിങ്ങൾ വെച്ചത് കാണാൻ സാധിക്കും. ഇൻ്റർലോക്സിൻ്റെ അച്ചിൻ്റെ ഓരോ എൻ്റെ സെൻറ്ററിൽ വരുന്ന സൈഡിൽ അളവ്, ആ സെയിം അളവിലാണ് ഫുൾ പ്രോപ്പറിൽ ടോട്ടലി നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി തന്നെ ഇങ്ങനെ ഇൻ്റർലോക്ക് നിറക്കുമ്പോൾ കുറച്ച് ലൂസിൽ തന്നെയാണ് നിറച്ചത്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഇത് ഫുള്ള് ഫില്ലാവില്ല. ആ ഇൻ്റർലോക്കിൻ്റെ സൈഡിലൊക്കെ ഫില്ല് കുറയും. അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിലാണ് നിറച്ചത്. ഞാനിവിടെ ആക്കിയത് സത്യം പറഞ്ഞാൽ 3 അച്ചാണ്. എനിക്ക് തോന്നുന്നു കുറഞ്ഞത് ഒരു 5 അച്ചങ്ങ് ഉണ്ടെങ്കിൽ, മോൾഡ് ഉണ്ടെങ്കിൽ സംഭവം റണ്ണിങ് ചെയ്ത് പോവാം. ഇത് 3 അച്ചെല്ലാകുമ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ അച്ചെന്ന് എടുത്തിട്ട് പിന്നെ നമ്മൾ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇതിപ്പോൾ ഞാനിപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ 3:2:1 ആണ്. അപ്പോൾ അതായത് അതിൽ നമുക്ക് ഈ 1.5 അച്ചിൽ നമുക്ക് ഏകദേശം ഒരു 6 ബ്രിക്സ് കിട്ടുന്നുണ്ട്. അതായത് ഒരു കോൺക്രീറ്റ് മിക്സാക്കി കഴിഞ്ഞാൽ 6ഓളം ബ്രിക്സ് കിട്ടും. ആ ലെവലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുണ്ടായിന്, ഞാൻ അവനാ ഒരുമിച്ച് ചെയ്തത്. ഇതിങ്ങനെ റണ്ണിങ് ചെയ്തപ്പോൾ ഇതിൽ കോൺക്രീറ്റ് ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അടിയിൽ ജില്ലിട്ട് ലെവലാക്കി അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ഓൾറെഡി ഇതൊക്കെ സ്ലോപ്പെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് ഇത് കോൺക്രീറ്റ് ചെയ്ത് പഴയ ടീം ചെയ്ത് അടിപൊളി തന്നെ ചെയ്തിന്. പക്ഷേ അന്നേരം ഇവർക്ക് ഈ ഐഡിയ തോന്നിയില്ല, ചിലവ് കുറഞ്ഞ രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഐഡിയ തോന്നില്ല. പക്ഷേ ഇവർ ഇൻ്റർലോക്ക് ഇടാനാണ് മുതിർന്നത്. പക്ഷെ അന്നേരം ഇത് പൊട്ടിച്ച് നിലവിലുള്ള കോൺക്രീറ്റ് പൊളിച്ച് ഇങ്ങനെയെല്ലാം ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസ് കൂടി തന്നെ വരും. അപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുന്നത് പോലെ അത് റണ്ണിങ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരു ദിവസം തന്നെ നമുക്കൊരു 90-95 ബ്രിക്സോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. സുസുന്ദരമായി ചെയ്യാൻ കഴിയുന്ന പരിപാടിയാണ്. പക്ഷേ ഈ കോൺക്രീറ്റ് കുഴക്കൽ കുറച്ച് ടാസ്ക്കാണ്. കാരണം വെച്ചാൽ അത് മെഷീനറി കോൺക്രീറ്റ് ഒന്നുമല്ല, നമ്മൾ ഹാൻഡിലാണെന്നല്ല ചെയ്യുന്നത്. ഇത് മൊത്തം ചെയ്യുമ്പോൾ പിന്നെ ഇത് നമുക്ക് റെസ്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല. ഇനി ഇതിൽ ഞാൻ മൈക്കും ഇതൊന്നും വെച്ചിട്ടില്ല. എന്നുവെച്ചാൽ ഇത് വേറൊരു സൈറ്റിൽ നിന്ന് പണിയെടുക്കുന്നതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ട്രൈപ്പോഡ് വെച്ചിട്ട് ഫോൺ അവിടെ വെച്ചിട്ട് ചെയ്തതാണ്. അല്ലെങ്കിൽ നോർമലി ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ സംസാരിച്ചുകൊണ്ടാണല്ലോ ചെയ്യൽ. പക്ഷെ ഇത് പണ്ട് ഞാൻ ചെയ്ത പോലെ ആയിപ്പോയി. പക്ഷേ അതെൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് എടുത്തൊരു വർക്കായതുകൊണ്ട് തന്നെ ചില അപകടങ്ങളുണ്ടായി. ഞാൻ ഈ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇവനാൾക്ക് ഒരു ദിവസം ഇവന് വേറെ ജോലിക്ക് പോകുന്നത്. അപ്പോൾ ഇവനാൾക്ക് ഇങ്ങനെ കിട്ടിയതുകൊണ്ട് ഒരു ഹെൽപ്പറിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്കൊരു ഐഡിയ ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. ഹെൽപ്പറൊന്നും വേണ്ട, വീട്ടിൽ നിന്ന് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഒരു വിഷയമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എന്തും ചെയ്യാൻ പറ്റും, നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അതിന് ഉത്തമ ഉദാഹരണം ഇതിപ്പോൾ നിങ്ങൾക്കിത് ഫിനിഷ് ചെയ്ത വീഡിയോ ലാസ്റ്റ് കാണാൻ പറ്റും. സംഭവം അടിപൊളിയായിന്, വിഷയമൊന്നും ഉണ്ടായിട്ടില്ല, സെറ്റായിന്. കുറേ സംശയങ്ങളുണ്ടായിന്. ഇത് നിൽക്കുമോ, ഇത് പൊട്ടിപ്പോവോ, ഇത് ബലമുണ്ടാവുമോ, എല്ലാത്തിനും ബലമൊക്കെ ഉണ്ടാവും. നമ്മളത് കറക്റ്റ് ക്യൂറിങ്ങും കറക്റ്റ് എല്ലാം ചെയ്താൽ എല്ലാം സെറ്റായിരിക്കും. ഞാൻ മനസ്സിലാക്കിയ കാര്യം അതാണ്. ഇതന്നെ ഇവിടെ വന്ന ടാസ്ക് എന്ന് വെച്ചാൽ ജില്ലിയും സിമെൻ്റും എല്ലാം ഈ സൈറ്റിൽ നടുക്ക് കൊണ്ടിട്ട് നിങ്ങൾ കാണിക്കാൻ സാധിക്കും. നടുക്കാണ് കൊണ്ടിട്ടത്. പിന്നെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇവർ സൈഡ് ബോർഡ് കെട്ടിയോണ്ട് തന്നെ സൈഡിലേക്ക് ഇറക്കിയിട്ടില്ല. പിന്നെ മണ്ണിൻ്റെ സൈഡിലേക്ക് ഇറക്കുമ്പോൾ ജില്ലയൊക്കെ വേസ്റ്റ് ആകുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇറക്കി. അതുകൊണ്ട് ഇവിടെ വീട്ടിലേക്ക് ഇറങ്ങാൻ ചെറിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇറക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സെൻറ്ററിൽ ഇറക്കി, അപ്പോൾ അവിടെ തന്നെയുള്ള സാധനം ഉള്ളത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി ചെയ്തുകൊണ്ടിരുന്നതിനാൽ സംഭവം സൈഡിലേക്ക് മാറ്റി ചെയ്ത് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ കഴിയും. സൈഡിലേക്ക് മാറ്റുമ്പോൾ ഒരു ദിവസത്തെ കൂലി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ഓരോ സൈഡ് ചെയ്തിട്ട് അത് മാക്സിമം തീർത്തിട്ട് ചെയ്യാൻ. അങ്ങനെയാകുമ്പം വിഷയം വരുന്നില്ലല്ലോ. നമുക്ക് ഇതിൻ്റെ അളവ് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞതല്ലേ, ഇതിൻ്റെ അളവെല്ലാം എടുക്കാനൊന്നുമില്ല. കാരണം വെച്ചാൽ കറക്റ്റാണ്, സെറ്റപ്പെല്ലാം കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അളവിൻ്റെ വിഷയം വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ പഴയ പോർച്ചിൽ ഒരു മാർബിളിൻ്റെ ചെറിയ പീസ് വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഒരു 6 ഇഞ്ച് 6 കനത്തിലിങ്ങനെ നീളം വീതിയിൽ ഇങ്ങനെ പീസാക്കി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. അതൊക്കെ പൊട്ടിച്ചെടുത്ത് അങ്ങനെ കുറച്ച് സമയമായി പോയിന്. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 92ഓളം ബ്രിക്സ് നമ്മളിട്ട്. ഇത് പിന്നെ ഓരോ സ്റ്റെപ്പ് പിന്നെ ഇതിങ്ങനെ ക്യൂറിങ്, അതായത് വെള്ളം നനക്കൽ ഇതിൽ നിർബന്ധമായ കാര്യമാണ്. കോൺക്രീറ്റിൽ വെള്ളം നനച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിനെക്കൊണ്ട് കാര്യമില്ല. അത് സിമെൻറ്റ് കുഴക്കാണ്ട് നമ്മൾ വെറുതെ എംസാൻഡും ജില്ലിയിട്ട അവസ്ഥയുണ്ടാവുക. ഇതിങ്ങനെ ഓരോ സെക്ഷൻ ഘട്ടമായി ചെയ്ത് മാക്സിമം എത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഒപ്പം ഒരാളുണ്ടാകുന്ന സമയം നല്ലോണം ചെയ്യും. ഒറ്റക്കാണെങ്കിൽ ഞാൻ കുറച്ച് ഒപ്പിച്ച് ചെയ്യും. ആ ഭാഗത്തുള്ള ജില്ലയും നമ്മൾ മാറ്റിയിട്ടില്ല. റണ്ണിങ് ചെയ്ത നടുക്ക് ജില്ലയുള്ള ഭാഗം മാത്രം നമ്മൾ ഒഴിവാക്കി ബാക്കി മൊത്തം ചെയ്തിട്ട് ലാസ്റ്റ് ജില്ലിൻ്റെ അവിടെ ചെയ്ത് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ കുറച്ചുകൂടി ജില്ല ആവശ്യം വന്നിന്. ഒരു ലോഡ് ജില്ല ഇറക്കിയാൽ ഒരു കാലോടോളം ഒരു 25 അടിയോളം നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കോൺക്രീറ്റ് ചെയ്തിന് വേറെ ടീം.
അതിന് ആവശ്യത്തിന് വന്നിന്. പിന്നെ ബാക്കിയുള്ള ജില്ലീവർ മറ്റേ ഇൻ്റർലോക്ക് ബ്രിക്സിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് പറഞ്ഞത്, ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ട്. പിന്നെ നമ്മളൊരു ഗുഡ്സിൽ പിന്നെയും ഒരു 25 എനിക്ക് ഓർമ്മയില്ല എക്സാക്ട്ലി, പിന്നെയും എടുത്ത്. എന്ന് വെച്ചാൽ ഒരു ലോഡ് ഉണ്ടായിട്ടല്ലോ, കുറച്ച് ജില്ല നമ്മൾ ബാക്ക് സൈഡ് കോൺക്രീറ്റ് തന്നെ വേറെ ടീം ഉപയോഗിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മളെടുത്ത പണിയെന്ന് വെച്ചാൽ ഒരു 10 മണിയുള്ളിൽ സംഭവം പണി കഴിഞ്ഞ്. പിന്നെ ഞാൻ എൻ്റെ ഒഴിവ് നേരം നോക്കിയിട്ട് വന്നിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോഴത്തേക്ക് ഏകദേശം ഫിനിഷായിന്. ഇനി പിന്നെ ഭാഗങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ബോർഡറൊക്കെ നമ്മൾ ലാസ്റ്റല്ലേ ചെയ്യുക, ലാസ്റ്റ് കട്ട് പീസ്, അത് കട്ട് ചെയ്തിട്ട് വെക്കുന്നത് ലാസ്റ്റല്ലേ ചെയ്യുക. ഈ കട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് ചിലത് നമ്മൾ ലാസ്റ്റ് നമ്മൾ പോകുന്ന സമയം തന്നെ ഒരു 3-4 സെറ്റ് നമുക്ക് എടുത്ത് കട്ട് ചെയ്തിട്ട് തിരിച്ചു വെക്കാൻ പാകത്തിൽ താഴെ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് 2-3 അങ്ങനെ ചെയ്ത്, അതാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. ഈ വീഡിയോയിൽ കാണാൻ കഴിയും, അതാണ് എടുക്കുന്നത്. അത് ചെയ്ത് വെച്ചാൽ നമ്മളെ സൈഡിൽ സിക്സാക്ക് മോഡലാണല്ലോ ഇട്ടത്. അപ്പോൾ അതിൽ ഓരോ സ്ഥലത്തും ഓരോ കഷ്ണങ്ങൾ കയറ്റി വെക്കേണ്ടി വരും ഓരോ സൈഡിലും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നത്തെ അങ്ങനെ ചെയ്യുന്ന തന്നെ ഒരു 38ഓളം ബ്രിക്സ് നമുക്കങ്ങനെ ചെയ്യേണ്ട വന്നിന്. ചില ഭാഗത്ത് നേരെ വിലങ്ങനെ മുറിക്കേണ്ടാവുന്നതിന്, ചില ഭാഗത്ത് കുത്തക്ക് മുറിക്കേണ്ടാവുന്നതിന്. പിന്നെയും ജില്ലിയിട്ടപ്പോൾ ഇതേ വിഷയം തന്നെ ഉണ്ടായത്. കാരണം വെച്ചാൽ സ്ഥലമില്ല, ക്യൂറിങ് ഫിനിഷാകത്തോണ്ട് സ്ലാബിലേക്ക് ഞാൻ ഗുഡ്സ് കയറ്റിയിട്ടുമില്ല. എന്നാൽ ക്യൂറിങ് ലെവലാകാണ്ട് കയറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ക്രാക്ക് വരും. കാരണം താഴെ ജില്ലി അല്ലാത്തതുകൊണ്ട് ഒരു ജില്ലി ഇടുന്നത് ജെർക്കിങ്ങിന് വേണ്ടിയിട്ടാണ്, ജെർക്കിങ്ങിന് ഒന്ന് അയാൻ വേണ്ടിയിട്ടാണ്. താഴെ കോൺക്രീറ്റാണ്, എന്ത് തന്നെയായാലും ഇത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഗുഡ്സ് ഉള്ളിലേക്ക് കയറ്റിയിട്ടില്ല. എവിടെയാണോ ഇടാൻ മാക്സിമം ഉള്ളത് അവിടെ മാത്രം ഇട്ട് അവിടുന്ന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്യാൻ ചെയ്തത്. 3 ദിവസം രണ്ടാൾ വെച്ചിട്ട് തന്നെ ചെയ്തതാണ്, ഞാനും എൻ്റെ ഒപ്പരമുള്ള ചങ്ങായും. പിന്നെ ഞാൻ ഒറ്റക്ക് തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ഈ സൈഡിൽ ഇപ്പോൾ നിലവിലിടുന്നത് വെച്ചാൽ നമ്മളെ സൈഡിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, അതായത് റിമൂവ് ചെയ്തിട്ട് ഇടാൻ പറ്റുന്ന സംഭവം. ബാക്കിയെല്ലാം ഫിക്സാണ്, ഇട്ട് റണ്ണിങ് ചെയ്ത് പോകുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ നിലം അങ്ങനെ കറക്റ്റ് ലെവലാക്കേണ്ട ആവശ്യമില്ല. ജില്ലയായിട്ട് കയറ്റി പൊന്തിച്ച് നിന്നില്ല, ഇതങ്ങനെ ആ ലെവലിൽ. പിന്നെ ഇതങ്ങനെ അവിടെ പിടിച്ച് നിന്നോളൂ. നമ്മൾ ഈ ലെവൽ വെച്ച് നോക്കിയിട്ടുള്ള പരിപാടി ഇങ്ങനെ മുട്ടി വെക്കുകയൊന്നും വേണ്ട. അതായത് ഇത് നമ്മൾ ലൈവ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ അത് അവരെന്നെ കോൺക്രീറ്റ് തന്നെ നികത്തിക്കോളൂ, അതുകൊണ്ട് വിഷയമില്ല. പിന്നെ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, ഇത് ഓൾറെഡി കോൺക്രീറ്റ് ചെയ്ത് വെച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് സംഭവം എളുപ്പമായിരുന്നു, പരിപാടി എളുപ്പമായിരുന്നു. കോൺക്രീറ്റ് കുഴക്കേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഈ ഇരുന്നിട്ട് ചെയ്യാൻ നല്ല കാലുവേദനയാണ്. ഇരുന്നിച്ചിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെറിയ സ്റ്റൂളായിട്ട് ഉപയോഗിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഏകദേശം ഗ്യാപ്പ് വരുന്നത് 1.25 പൈപ്പാണ് ഞാൻ ഗ്യാപ്പിനിട്ടത്. 1.25 പിന്നെ നമ്മളെ അച്ചിൻ്റെ ഗ്യാപ്പും കൂടി ശേഷം 1.5 ഇഞ്ച് ഗ്യാപ്പ് സൈഡിൽ വരുന്നുണ്ട്, അതായത് ടോട്ടൽ സൈഡിൽ. അതിൽ ഞാൻ പകുതി 3/4 ഭാഗത്തോളം കോൺക്രീറ്റ് തന്നെ നിറച്ചത്, സിമെൻ്റ് അല്ല കോൺക്രീറ്റ് തന്നെ നിറച്ചു. അതായത് കുറച്ചും കൂടി ബലം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ കോൺക്രീറ്റ് തന്നെയാണ് നിറച്ചത്. അതിൻ്റെ വീഡിയോസൊന്നും ഞാനിതിൽ ഇട്ടിട്ടില്ല. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും വലിയ ഞാൻ മനസ്സിലാക്കിയായിരുന്നു വെച്ചാൽ, ഇത് ചെയ്യാൻ തുടങ്ങുമ്പം എല്ലാവരും പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇത് കുറേ ഏരിയ ഉണ്ട്, നീ വീട്ടിൽ ചെയ്ത പോലെയല്ല, വീട്ടിൽ ചെയ്ത ചെറിയൊരു ഏരിയയിലാണ് നീ ചെയ്തത്. ഇത് അങ്ങനെയല്ല, ഇത് 1000-600 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഞാൻ 3-4 ദിവസം അത് ചെയ്യാണ്ട് വെച്ചപ്പോൾ, ഒരു ദിവസം ചെയ്തിട്ട് 3-4 ദിവസം ചെയ്യാണ്ട് വെച്ചപ്പോൾ എല്ലാവർക്കും ആ സംശയം കൂടി. പിന്നെ ഇപ്പുറത്തുനിന്നെല്ലാം ആൾക്കാർ വന്ന് നോക്കി, ഇതൊന്നും സംഭവം ഇവരെന്നാ ചെയ്യുന്നത്, ഇത് ആദ്യമായിട്ടാണല്ലോ ഇത് കാണുന്നത്, ഇത് പുതിയ ടെക്നോളജിയാണോ ഇതെങ്ങനെ എല്ലാവരും. എനിക്കിത് ഇൻസ്പയർ ചെയ്ത് വെച്ചാൽ നമ്മളെ ഒരു ചങ്ങായിൻ്റെ ഒരു കാർണറുണ്ട്, അവർ എന്നെപ്പോലെ എല്ലാ വർക്കും കൊടുക്കും. അപ്പോൾ അവർ അസനിക്ക എന്ന് പറയാം, അസനിക്ക എല്ലാ വർക്കും കൊടുക്കും. അപ്പോൾ അസനിക്കാൻ്റെ അടുത്താണ് ഞാൻ ഇത് ആദ്യം കണ്ടത്. അസനിക്ക വീട്ടിലാക്കിയ സമയം ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അച്ഛൻ ചോദിച്ച് എൻ്റെ വീട്ടിലാക്കി. അപ്പോൾ എൻ്റെ വീട്ടിലാക്കി നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടി. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി ഞാൻ കുറച്ച് കോൺഫിഡൻ്റ് ആണ് ചില അധിക കാര്യത്തിലും. അപ്പോൾ നമ്മൾ ഒരു എക്സ്പീരിയൻസും കൂടി ആകുമ്പോൾ ഞാൻ 2 വട്ടം ഇട്ടിന്, അതായത് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലും ഇട്ടിന്, വീടിൻ്റെ സൈഡിലും ഇട്ടിന്.
അപ്പോൾ ഒരു ഡബിൾ കോൺഫിഡൻ്റ് ആയി. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ ഇറങ്ങിയത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ ഇത് സംഭവം അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായില്ല, വിഷയങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ലാഗ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വർക്കും കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ്. ഞാൻ ഇത് ചെയ്തു തരും, എനിക്ക് ഇത്ര തന്നാൽ മതി, ഞാൻ പൈസയൊന്നും പറയുന്നില്ല, എനിക്ക് ഇത്ര തന്നാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ വർക്ക് എടുത്തതാണ്. ഇതിപ്പോൾ ഞാനവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിലൊക്കെ സിമെൻ്റ് ഇട്ട് നിറക്കുന്നതാണ്. അത് കുറച്ച് ടാസ്ക്കാണ്. കാരണം വെച്ചാൽ ഈ സിമെൻ്റ് ഇടുമ്പോൾ ഈ കോൺക്രീറ്റ് തന്നെയാണ് ഉപയോഗിച്ചത്. കോൺക്രീറ്റ് ഇടുമ്പോൾ ഒന്ന് നമ്മൾ ചെയ്ത ബ്രിക്കിൽ ഇതാകാൻ പറ്റില്ല, ഇതായിക്കഴിഞ്ഞാൽ ഒരു വൃത്തിയാണ്. ആയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനും കഴിയില്ല. പക്ഷേ നമ്മളുള്ളിൽ നമ്മൾ അതിൻ്റെ ഗ്യാപ്പിൽ ഇട്ടല്ലോ. പിന്നെ ഇതിൻ്റെ അത്യാവശ്യമുള്ള ക്യൂറിങ്ങാണ്. ഇത് മൊത്തം ചെയ്ത് റണ്ണിങ്ങിൽ ഞാനിത് വെള്ളം തടം കെട്ടി നിർത്തി, അതായത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എംസാൻഡ് ഇട്ടിട്ട് തടം കെട്ടി നിർത്തിയിട്ട് ഞാൻ വെള്ളം ഇങ്ങനെ റണ്ണിങ്ങിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇവരോട് ഈ പാർട്ടി വീട്ടിലുള്ള ആളോട് അതേപോലെ ഞാൻ പറയും, റണ്ണിങ്ങിൽ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് നമ്മൾ കോൺക്രീറ്റ് മുട്ടുമ്പോൾ ടക്ക് ടക്ക് എന്ന് ഒച്ച വേണം, നല്ല സ്ട്രോങ് ആയ ഒച്ച. നമ്മൾ ടൈലൊക്കെ മുട്ടുമ്പോൾ ഒച്ചയിൽ ആ ഒച്ച വേണം, എന്നാലേ ആ കോൺക്രീറ്റ് സ്ട്രോങ് ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അത് എൻ്റെ ഈ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. പിന്നെ ഇതന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇപ്പം നമ്മളെ അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അളവെടുത്തിട്ട് ഇതിപ്പോൾ സൈഡൊക്കെ കട്ട് പീസ് വെക്കണ്ടേ, അതൊക്കെ നമ്മൾ കട്ടർ എടുത്ത് ചപ്പചപ്പാന്ന് മുറുക്കുക, സൈഡ് വെക്കുക. അപ്പോൾ ഈ സൈഡൊക്കെ വെക്കുമ്പോൾ നമ്മൾ അതായത് റണ്ണിങ് ചെയ്യുന്നത് ആ ഫിറ്റിൽ നിന്നുള്ളത് അനങ്ങൂല. മറിച്ച് നമ്മൾ സൈഡ് അതായത് കഷ്ണം വെച്ചിട്ട് നമ്മൾ ക്യൂറിങ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന സംഭവം കുറച്ച് ലെവലിൽ തന്നെ വെക്കണം. എടുത്ത് കുറച്ച് നമ്മൾ സിമെൻ്റ് ഇട്ട് സെറ്റാക്കണം, അല്ലെങ്കിൽ ജില്ലി ഇട്ട് സെറ്റാക്കണം, അല്ലെങ്കിൽ അത് ലെവലിൽ നിൽക്കില്ല. റണ്ണിങ് ചെയ്യുന്ന പോലെ നമുക്കിതൊരിക്കലും ഫിനിഷ് കിട്ടില്ല. അപ്പോൾ അത് കുറച്ച് പണിയുണ്ട്, കുറച്ചത് ലാഗായിന്. അല്ലാത്ത പക്ഷം സ്പീഡിൽ തന്നെ ചെയ്തിന് എല്ലാ കാര്യങ്ങളും. ഇത് പിന്നെ ഞാൻ ഒറ്റക്കായതുകൊണ്ട് വീഡിയോ എടുക്കലും ട്രൈപോഡ് വെക്കലും എല്ലാം കുറച്ച് ടാസ്ക് ആയിരുന്നു. പിന്നെ നല്ല വെയിലാണ്. നമ്മൾ പിന്നെ വെയിലെത്തും തണലത്തും എല്ലായിടത്തും പണിയെടുത്ത് ശീലമുള്ളതുകൊണ്ട് വിഷയങ്ങളില്ല. ഇത് നിങ്ങൾ വീട്ടിലൊക്കെ ഇത് ചെയ്യുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ചെയ്യുക. പിന്നെ വെച്ച് കഴിഞ്ഞാൽ 1.5 ഒന്ന് ഒഴിവാക്കിയിട്ട് 2 അടിക്ക് ഒന്നോ കുറച്ച് വലിയ സൈസാക്കുക. കുറച്ച് നിങ്ങളുടെ സ്ഥലം വലുതാണെങ്കിൽ വലിയ സൈസ് വെക്കുക. പിന്നെ ഇത് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മടുക്കും. കുറച്ച് വീട്ടിലൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണ് കുറച്ച് ചെയ്യുക. എൻ്റെ കൂടെ ഒരു ദിവസം വന്ന ഒരു ചങ്ങായി ഉണ്ടായിരുന്നു. അവനിത് കണ്ടിട്ട് ഇതേപോലെ വെൽഡിങ്ങിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഈ അച്ചാക്കിയിട്ട് മോൾഡാക്കിയിട്ട് അവൻ്റെ വീട്ടിൽ ചെയ്ത്. അതെനിക്കറിയില്ല, അവൻ്റെ ചങ്ങായി എനിക്ക് പറഞ്ഞത് അവൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. അതാണല്ലോ ഇവിടെ ഇങ്ങനെ കാണുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളെ കണ്ടിട്ട് വേറെ ആൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിത് വേറെ ഒരാൾ കണ്ടിട്ട് ചെയ്തതാണ്. ഞാൻ സത്യസന്ധം പറഞ്ഞാൽ ഒരു കോപ്പി അടിച്ചതല്ല, ഇൻസ്പയർഡാണ്. എന്നുവെച്ചാൽ അസനിക്ക ചെയ്ത് കണ്ട് എനിക്കത് ഓക്കെ അടിപൊളിയാണ്, നമുക്കിത് ചെയ്യാൻ പറ്റും, നല്ലതാണ്, ബജറ്റ് ഫ്രണ്ട്ലിയാണ്, വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ രീതിയിലാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തത്. അപ്പോൾ നമുക്കിത് ഇവിടെ ചെയ്യാൻ കഴിഞ്ഞു. ഇത് കണ്ടിട്ട് വേറെ ആൾ ചെയ്ത് ഇനി ഇത് പോകുന്ന വഴിക്കുന്നുള്ള ആളെല്ലാം ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മെഷർമെൻറ്റ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിങ്ങനെ അച്ചെങ്ങനെ ആക്കുക എല്ലാം എന്നോട് ചോദിച്ചു. എനിക്കൊരു 10-15 ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഏരിയ മുറ്റം ചെറുതാണെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. കാരണം മുറ്റം ചെറുതാകുമ്പോൾ ഒരു 300-400 സ്ക്വയർ ഫീറ്റെല്ലാം ആകുമ്പോൾ ഇൻ്റർലോക്കുകാർക്ക് വരാനൊരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവും. പണ്ടുണ്ട്, ഇപ്പം എല്ലാം ചെയ്തതാണ്. പണ്ട് ഇങ്ങനെ നമ്മളെ ഇത്താത്തൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെറിയൊരു ഏരിയ ആകുമ്പോൾ അത് ചെറിയ ഏരിയ നമ്മളങ്ങനെ കരാറെടുക്കില്ല, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ഇപ്പം എല്ലാം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിതാ അവിടെ, അതായത് ഇത് കേരുന്ന ഭാഗത്തും ഇത് ആടെ അന്നേരം ജില്ലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ജില്ലയൊക്കെ ഒഴിവാക്കി ചാക്ക് കണ്ട അവിടെ, ആ ചാക്കിൽ മൊത്തം നിറച്ചത്. അതായത് മാക്സിമം പണി കുറച്ചിന് ഞാൻ അവിടെ. പണി കൂടുതൽ, അതായത് ജില്ല അപ്പുറം മാറ്റി കളിക്കാണ്ട് മാക്സിമം അവിടെ നിന്ന് ആ സൈഡിൽ തന്നെ ഒപ്പിച്ച് കാര്യങ്ങൾ ചെയ്തതിന്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ജില്ലി കോരിയും വെക്കൽ ഒരു ടാസ്ക്കാണ്. പൂയും മണ്ണും കോരി മാറ്റുന്ന പോലെയല്ല ജില്ലി മാറ്റിയിടൽ. അത് കോരിയാൽ കിട്ടുകയും ചെയ്യില്ല, കുറച്ച് പണിയാണ് ഇതെല്ലാം. അധികം നമ്മൾ ചങ്ങായിൻ്റെ വീട്ടിലെല്ലാം നമ്മൾ വീട്ടിൻ്റെ പണിയിലെടുക്കുമ്പോൾ ജില്ലി കയറ്റാനും പൂയി കയറ്റാനൊക്കെ പോക്കുണ്ട് ഒരു സഹായത്തിന്. അത് നമ്മളെ വീട്ടിൽ ചെയ്യുമ്പോൾ അവരെല്ലാവരും വരും. അതങ്ങനെയാണല്ലോ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അപ്പുറം ഇപ്പുറം എല്ലാവരും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ജില്ലി ഇതാക്കും ഭയങ്കര ബുദ്ധിമുട്ട്. ഇത് കോരിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ബേബി ജില്ലിക്ക് ആ പ്രശ്നമില്ല. പക്ഷേ നമ്മൾ കോൺക്രീറ്റ് ജില്ലി 12 mm 5 mm എല്ലാം
ആ വിഷയമുണ്ട്. ഇതിപ്പോൾ ഞാനിത് അതിൻ്റെ ഓരോ 2 ഇൻ്റർലോക്കിൻ്റെ നടുക്കുള്ള ഗ്യാപ്പ് മൊത്തം സിമെൻ്റ് ഇട്ട് കോൺക്രീറ്റ് ഇട്ട് സെറ്റാക്കി ചെയ്തിട്ടാണുള്ളത്. പിന്നെ ഇതന്നെ ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ് ഇങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ ഞാനിങ്ങനെ കയറി നടന്നു വരുന്നത് ഓരോ ലാപ്പിൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഓണാക്കി ഞാൻ കൊണ്ടുവരുന്നത്. ഫുൾ ടൈം ഓണാക്കി ഇടാൻ കഴിയില്ല, ഫോണിൻ്റെ സ്റ്റോറേജ് കഴിയും. ഇതിപ്പോൾ ലാസ്റ്റ് എൻഡായി കേട്ടോ, ലാസ്റ്റ് മാക്സിമം ഞാൻ എത്തി, അങ്ങ് വരെ എത്തി. അതായത് ടോപ്പ് റോഡിൻ്റെ അവിടെ എത്തി. ഇത് വീട് റോഡിൻ്റെ മുറ്റത്ത് തന്നെയാണ്, അതുകൊണ്ട് പിന്നെ വിഷയമില്ല, റോഡ് തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടെ മഴ സമയം കുറച്ച് വെള്ളം മുന്നിൽ മാത്രം അങ്ങനെ ഞാൻ നിൽക്കുന്നത്, ഇപ്പം ഞാൻ നിലവിൽ നിൽക്കുന്ന ഭാഗത്ത് ചെറുങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നു. അങ്ങനെ അപ്പോൾ ഇത് ഒന്നുകൂടി വൃത്തിയായിക്കൂടെ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ചങ്ങാതിൻ്റെ ഉപ്പ പറഞ്ഞത്. പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാം, ഓക്കെ, ഞാൻ കോൺഫിഡൻ്റ് കൊടുത്തന്ന്. പിന്നെ എൻ്റെ വീഡിയോസ് എല്ലാം അവർ കാണലുണ്ട്, അപ്പോൾ അവർക്കറിയാം ഞാൻ ചെയ്യുമെന്ന്. അപ്പോൾ പിന്നെ അൽഹംദുലില്ലാഹ് ഞാനത് ചെയ്ത് ഇപ്പോൾ മാക്സിമം അവിടെ ലാസ്റ്റ് വരെ എത്തി. പിന്നെ അവിടെ എല്ലാം ഗ്യാപ്പാണെന്നില്ല, ആ ഗ്യാപ്പിലൊക്കെ ഫില്ല് ചെയ്യലാണ് പിന്നെ ഒരു ടാസ്ക്കുള്ള പാടി. അത് ഞാൻ ഈ സൈഡൊക്കെ ഫില്ല് ചെയ്തു, സൈഡ് ആ പൈപ്പിൻ്റെ ഭാഗവും 3 ഭാഗങ്ങളെല്ലാം സൈഡൊക്കെ ഫില്ല് ചെയ്തു. പക്ഷേ ആ ഭാഗം ഞാൻ പറഞ്ഞില്ല, അത് പിന്നെയും ജില്ല ഇറക്കിയ സമയം അവിടെ എല്ലാം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ ഒന്നും വെക്കാൻ കഴിയില്ല. പിന്നെ ചില ഭാഗങ്ങളിൽ നമുക്ക് ചെറിയൊരു പീസിൻ്റെ, അതായത് ഒരു ഫുൾ പീസ് വെക്കാൻ കഴിയില്ല. അപ്പോൾ ഫുൾ പീസ് വെക്കാൻ കഴിയില്ല, നമ്മൾ പിന്നെ ഇത് നമ്മൾ ചെയ്ത പോലെ സെപ്പറേറ്റ് എടുത്ത് വെച്ച് ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വെക്കണം. അറ്റത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കോൺക്രീറ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ റോട്ടുമ്മൽ എന്നൊരു കോൺക്രീറ്റ് കുഴക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ കോൺക്രീറ്റ് റോട്ടുമ്മൽ കച്ചറയാണ്ട് വെച്ചിട്ട് റോട്ടുമൊന്നും ചെയ്തിട്ടില്ല. ആ ഗ്യാപ്പിൽ അവിടെ എത്രയാണോ ഉള്ള സ്ഥലം ആ സ്ഥലത്ത് തന്നെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത്. ഞാൻ വീഡിയോ വലിച്ചു നീട്ടിയില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമുക്കിത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ചെറിയൊരു ഏരിയയിലാണെങ്കിൽ നമുക്കൊരു മുറ്റം ഭംഗിയാക്കണം, അല്ലെങ്കിൽ ഗാർഡൻ ഭംഗിയാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വെൽഡിങ് ഷോപ്പ് പോയാൽ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള അച്ച് നിങ്ങൾക്ക് മോൾഡ് അവർ ചെയ്തു തരും, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലും ഈ സംഭവം ഉണ്ട്. പിന്നെ നമ്മൾ ആ റേഷ്യോ ശ്രദ്ധിക്കുക, റേഷ്യോ 3:2:1. എന്താണോ നമ്മൾ എടുക്കുന്നത്, ബക്കറ്റോ പാട്ടിയോ ചട്ടിയോ, 3:2:1, അതായത് 3 ചില്ലി 2 പൂഴി 1 സിമെൻറ്റ്, ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി നമ്മൾ ചെയ്യുക. ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീട്ടുകാരെല്ലാം കൊണ്ട് ഒരു ജോളിയായിട്ട് ചെയ്യാൻ പറ്റും. എല്ലാം പുറത്ത് കൊണ്ട് ചെയ്യിപ്പിക്കണ്ടല്ലോ, നമുക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, എല്ലാം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിന് സംതൃപ്തി വരും, പിന്നെ നമ്മൾ ആരോഗ്യം നമുക്ക് അതുപോലെ ഉണ്ടാവും. എന്നുവെച്ചാൽ കുറച്ച് അധ്വാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കൊളസ്ട്രോളും കുറയട്ടെ അല്ലേ. അപ്പോൾ അതെല്ലാം അവസ്ഥ. അപ്പോൾ ഗൈസ്, നമ്മളെ പരിപാടി ഇവിടെ ഏകദേശം അവസാനിച്ച്. ജസ്റ്റ് ഇനിയപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്രയേ ഉള്ളൂ. പരിപാടി ഏകദേശം അവസാനിച്ച്. ഇതിൻ്റെ വീഡിയോൻ്റെ അവസാനം നമ്മളതിൻ്റെ ബ്ലോക്ക് ചെയ്ത മൊത്തം വീഡിയോ, അതിൻ്റെ ഔട്ട്ലുക്ക് നമ്മൾ ഇതിലുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോയിലിപ്പോൾ അത് വരുന്നതാണ്. പിന്നെ ഇത് ക്ഷമയോട് കണ്ട നിങ്ങളെ എല്ലാ സപ്പോർട്ടും എനിക്ക് വേണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, എല്ലാം നിങ്ങൾ കമൻറ്റിലോട്ട് അറിയിക്കണം. ഞാൻ വളർന്നു വരുന്നൊരു യൂട്യൂബറല്ല, അപ്പോൾ നിങ്ങൾ എന്നെ സഹകരിക്കുക. ആൻഡ് താങ്ക് യു വെരി മച്ച്. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.